നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. നിയമസഭാ സമ്മേളനം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. മാങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്നവർ വി.ഡി. സതീശനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അധിക്ഷേപം ചൊരിയുന്നതും സതീശൻ അനുകൂലികൾ മറുപടി നൽകുന്നതും കോൺഗ്രസിന് ചില്ലറ ക്ഷീണമല്ല ഉണ്ടാക്കിയത്. ഒരു വഞ്ചനാ കേസിലെ പ്രതിയുടേതായി സതീശനും ചെന്നിത്തലയ്ക്കും അബിൻ വർക്കിക്കുമെതിരെ ക്രൈംബ്രാഞ്ചിന് കിട്ടിയ മൊഴിയിലേക്ക് കോൺഗ്രസിലെ വിഴുപ്പലക്കൽ എത്തിയിരിക്കുന്നു. ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ലല്ലോ, പിന്നെന്തിന് എന്നെ ആക്രമിക്കുന്നുവെന്ന് സതീശന് പരസ്യമായി ചോദിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് രാഷ്ട്രീയം. മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി അണികളോട് വിശദീകരിക്കേണ്ട തരത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുമ്പോൾ പരാതിയില്ലെന്ന സ്വയം ന്യായം കാട്ടി രാഹുലിനെ വെള്ളപൂശാനുള്ള പെയ്ഡ് പ്രൊമോഷനുകളും തകൃതിയായി നടക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. സർക്കാരിനെതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിനെ നിരായുധരാക്കുന്നു മാങ്കൂട്ടത്തിൽ വിഷയം. പേരിൽ ശ്രീ ശ്രീജിത് പണിക്കർ, ശ്രീ പി ശ്യാംരാജ്, ശ്രീ ബി റെജി എന്നിവരാണ് പങ്കെടുക്കുന്നത്. ഇന്ന് വി.ഡി. സതീശന് ചോദിക്കേണ്ടി വന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, കൂട്ടായി എടുത്ത തീരുമാനമാണല്ലോ, പിന്നെ എന്തിന് എന്നെ ആക്രമിക്കുന്നുവെന്ന്. സതീശന്റെ വാക്കുകളിലേക്ക് ആദ്യം. എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ ബോധ്യങ്ങളിൽ നിന്ന് ആലോചിച്ചെടുത്ത ഏകകണ്ഠമായ തീരുമാനമാണ്. ഇതിനേക്കാൾ കടുത്ത തീരുമാനം എടുക്കണമെന്നായിരുന്നു ഭൂരിപക്ഷ ആളുകളുടെ അഭിപ്രായം. പക്ഷേ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് സസ്പെൻഷൻ നടപടി തീരുമാനിച്ചത്. എല്ലാവരും കൂടി. ആ ചാപ്റ്റർ ക്ലോസ്ഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ ചാപ്റ്റർ ക്ലോസ്ഡാണ്. അതിൻ്റെ മീതെ ഇനി ചർച്ചയില്ല. അത് നേതൃത്വം, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, മുൻ PCC പ്രസിഡന്റുമാർ ഉൾപ്പെടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം AICCയുടെ അനുമതിയോടുകൂടി, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി എടുത്ത അച്ചടക്ക നടപടിയാണ്. അതിനെ ചോദ്യം ചെയ്യുന്നത് കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല, അതിനെ കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല. അല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കും. പാർട്ടി ബന്ധപ്പെട്ട ആളുകൾ അതാത് സമയത്ത് നിങ്ങൾ അറിയും. ഞാൻ അതിനൊന്നും ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ലല്ലോ. വ്യാജമാണെന്ന് നിങ്ങൾ തന്നെ പറയല്ലേ. അത് കൊണ്ട് ഇപ്പൊ നമ്മൾ ഗൂഢാലോചന നടത്തിയിട്ട് ഈ ചെറുപ്പക്കാരന്, ഒരു ചെറുപ്പക്കാരന് എനിക്കെതിരായിട്ടുള്ള ആരോപണം എന്തായിരുന്നു? ഞാൻ വഴിവെട്ടി ചെറുപ്പക്കാരനെ സഹായിച്ചു എന്നായിരുന്നു നിങ്ങൾ ആദ്യം എന്നോട് ചോദിച്ച ചോദ്യം. അല്ലല്ല, നിങ്ങൾ കേക്ക്. ഈ ആരോപണം വന്ന ആദ്യത്തെ ദിവസം മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചത്, നിങ്ങളല്ലേ ഈ ചെറുപ്പക്കാരനെ വഴിവിട്ട് വളർത്തിയെന്നാണ് ചോദിച്ചത്. എന്നോട് ചോദിച്ചൊരു ചോദ്യം അല്ലേ? ഇപ്പോഴത്തെ ചോദ്യം എന്താ? ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ഞാൻ. രണ്ടുപേരാൾക്ക് ചെയ്യാൻ പറ്റുമോ? അല്ല, അത് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരല്ല. നിങ്ങൾക്ക് അറിയാലോ, അതൊന്നും അല്ലെന്ന്. ഇതൊക്കെ ഇതുപോലത്തെ ഒരുപാട് നാടകങ്ങളുണ്ടാവും. ഞാൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇത് വി.ഡി. സതീശൻ എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചനകൾക്ക് ശേഷം എടുത്തൊരു തീരുമാനം, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടുകൂടി കേരളത്തിലെ KPCC പ്രസിഡന്റ് ഡിക്ലെയർ ചെയ്ത ഒരു നടപടിയാണ്. അതിനെ കോൺഗ്രസ്സുകാരും ചോദ്യം ചെയ്യില്ല. അതൊക്കെ അതാത് സമയത്ത്, ഉചിതമായ സമയത്ത് തീരുമാനങ്ങൾ വരുമെന്ന്. എന്തിനും നിങ്ങൾ അസംബ്ലി എന്താണ്? അസംബ്ലിക്കൊക്കെ ദിവസമില്ല. തികഞ്ഞ ബോധ്യത്തോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത്. അത് ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല, കൂട്ടായി എടുത്ത തീരുമാനമാണ്. AICCയുടെ അംഗീകാരവും അതിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിനെതിരെയാണ് വി.ഡി. സതീശന്റെ തുറന്നു പറച്ചിൽ വന്നിരിക്കുന്നത്. വി.ഡി. സതീശനെതിരെ സൈബർ ഇടങ്ങളിൽ, സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ്. സതീശന്റെ പേര് പറഞ്ഞുള്ള ആക്രമണങ്ങൾ പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും അബിൻ വർക്കിക്കും എതിരെ ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ പരാതിയും മൊഴിയും വന്നിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന പേരിൽ ഒരു വനിതയുടേത്. പക്ഷേ ഒരു വഞ്ചനാ കേസിലെ പ്രതിയാണ് ഈ വനിത എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് തന്നെ രംഗത്തെത്തുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലെന്നും യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയമാണ് വി.ഡി. സതീശൻ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരുന്നത്. ശ്രീ ബി റെജി, അവിടെയൊന്നും CPM-നെയോ LDF-നെയോ വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തുന്നില്ല. അതായത് വെളിയിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളല്ല തനിക്കെതിരെ എന്ന വ്യക്തമായ ബോധ്യം വി.ഡി. സതീശനുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പരസ്പരമുള്ള വിഴുപ്പലക്കലിലെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ്. നല്ലൊരു കാര്യമല്ലല്ലോ സംഭവിക്കുന്നത്. നിയമസഭയിൽ വരുന്ന നിയമസഭാ സമ്മേളനം എന്ന് പറയുന്നത് കോൺഗ്രസിന് വളരെ നിർണായകമാണ്. സർക്കാരിനെതിരെയുള്ള ആയുധങ്ങൾ മൂർച്ച കൂട്ടി സർക്കാരിനെതിരെ പ്രയോഗിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്ത്
നിരായുധരാക്കുകയാണല്ലോ കോൺഗ്രസ് MLA-മാരെ, UDF-ന്റെ MLA-മാരെ ഈ ഒറ്റ വിഷയം. നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട സൈബർ ഇടങ്ങളിലെ ആക്രമണവും പ്രത്യാക്രമണവും ഒന്നും കോൺഗ്രസുമായി ബന്ധപ്പെട്ടോ അങ്ങനെ ആവാനുള്ള സാധ്യതയില്ല. രാഷ്ട്രീയ എതിരാളികൾ ഈ വിവാദത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നു. 9.5 വർഷത്തെ ഇടതു ഭരണകാലത്ത് ഭരണവിരുദ്ധ സംഭവങ്ങൾ, വിവാദങ്ങൾ ഒന്നും പുറം ലോകം അറിയരുത്, ചർച്ചയാക്കരുത്, വിവാദ വിഷയങ്ങളാക്കരുത്, അന്തിച്ചർച്ചയ്ക്ക് വിഷയമാവരുത് മാധ്യമങ്ങൾ മുമ്പാകെ. അതിനുവേണ്ടി ബോധപൂർവം രാഷ്ട്രീയ എതിരാളികൾ കെട്ടിച്ചമയ്ക്കുന്ന ആരോപണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് വിരുദ്ധ അല്ലെങ്കിൽ കോൺഗ്രസിൽ എന്തോ രാഷ്ട്രീയ ചേരിതിരിവുണ്ട് എന്ന മട്ടിലുള്ള പ്രചരണ പരിപാടി നടത്തുന്നത്. വി.ഡി. സതീശന്റെ വാക്കുകളിൽ അതൊന്നുമില്ല ശ്രീ ബി. റജി. അദ്ദേഹം അതൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന് തികഞ്ഞ ബോധ്യമുണ്ട് ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന്. സൈബർ ഇടങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആ പേരുകൾ കോൺഗ്രസിന് പരിചയമുള്ള പേരുകളാണ്. കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ഹാൻഡിലുകളാണ്. അവയിൽ നിന്നാണ് ഇപ്പോൾ വി.ഡി. സതീശനെതിരെയുള്ള ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ കൃത്യമായ ബോധ്യം സതീശനുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്കെടുത്ത തീരുമാനമല്ല ഇതെന്ന്. പിന്നെ എന്നെ ആക്രമിക്കണമെന്ന് അദ്ദേഹത്തിന് തുറന്ന് പറയേണ്ടതായി വരുന്നുണ്ട്. അവിടെയൊന്നും എതിർ രാഷ്ട്രീയ പാളയത്തിലേക്കല്ല അദ്ദേഹത്തിന്റെ ചൂണ്ടുവിരൽ പോകുന്നത്, സ്വന്തം പാളയത്തിലേക്ക് തന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് വെളുപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വി.ഡി. സതീശൻ സമ്മതിക്കുന്നില്ല. അതിന് അദ്ദേഹത്തെ ആക്രമിക്കുന്നു. അതാണിപ്പോൾ കണ്ടുവരുന്നത്. അതിന് എതിർപ്പാളയത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. നോക്കൂ ശ്രീ മഞ്ജുഷ്, ഈ വി.ഡി. സതീശനെ ഒറ്റതിരിച്ച് ഇതിനകത്ത് എന്തിനാണ് ആക്രമിക്കുന്നത്? അദ്ദേഹം UDF-ന്റെ കൺവീനറും പ്രതിപക്ഷ നേതാവുമാണ്. അദ്ദേഹം ഒറ്റയ്ക്കല്ലല്ലോ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമൂഹത്തിൽ ഒരു ആരോപണം വന്നപ്പോ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള മുഴുവൻ നേതാക്കളുമായി കൺസൾട്ട് ചെയ്തിട്ടല്ലേ ഒരു തീരുമാനമെടുത്തത്. അപ്പൊ എന്തിനാണ് അതായത് അതിന്റെ ഒറ്റ റീസണേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അതായത് രാഷ്ട്രീയത്തിൽ എതിരാളി, മുന്നിൽ നിന്ന് നയിക്കുന്ന എതിരാളിയെ രാഷ്ട്രീയ ശത്രുക്കൾ ഫലപ്രദമായി പ്രതിരോധിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും നടത്തും. ഇപ്പൊ തന്നെ നോക്കൂ, CPM-ന്റെ സൈബർ ഇടങ്ങളിൽ എല്ലാ ദിവസവും ബഹുമാനനായ പ്രതിപക്ഷ നേതാവിനെതിരെ ദിവസവും 3, 4, 5 പോസ്റ്റുകൾ അദ്ദേഹത്തിന്റെ ഇമേജിനെ തകർക്കാൻ സൃഷ്ടിച്ചെടുക്കണം എന്ന് അവരുടെ സൈബർ ഇടങ്ങളിൽ വന്നതായ വാർത്ത നമ്മളെല്ലാം വായിച്ചതല്ലേ. അതവർ ചെയ്യുമല്ലോ ശ്രീ ബി. റജി. അത് സ്വാഭാവികമായിട്ടും എതിർപക്ഷം ചെയ്യും. അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത് പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളുണ്ട്. അതും കടന്ന് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. എത്രയോ പോസ്റ്റുകൾ ഞാൻ കാണിച്ചു തരാം, വായിച്ച് കേൾപ്പിച്ചു തരാം. ഇന്ന് വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ടും ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഇട്ടയാൾ തന്നെ ഇന്ന് വിശദീകരണവുമായിട്ട് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. നോക്കൂ, രാഷ്ട്രീയമായി ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ട ഒരു സമയമാണ്. ഇത് നിർണായകമായ നിമിഷമാണ്. ലോക്കൽ ബോഡി ഇലക്ഷൻ നവംബറിൽ വരാൻ പോകുന്നു. അത് കഴിഞ്ഞ് അടുത്ത വർഷം ആദ്യം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അപ്പൊ ആ സമയത്ത് ഭരണവിരുദ്ധ വികാരം അങ്ങേയറ്റം ജ്വലിച്ച് നിൽക്കേണ്ട ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള വിഭാഗീയത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പടലമിണക്കം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചേരിതിരിവും ശത്രുക്കൾക്ക് തോന്നത്തക്ക രീതിയിൽ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്നവർ ആരെങ്കിലും അത്തരത്തിൽ നിലപാട് സ്വീകരിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നെ സൈബർ ഇടങ്ങളിൽ ഫേക്ക് ഹാൻഡിലുകളിൽ എത്രയോ പേര് പ്രതികരിക്കുന്നുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനത്തിൽ ഒരു തരത്തിലുള്ള വിവാദങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങേക്കും അറിയാമല്ലോ. അത് കൂട്ടായി എടുത്ത തീരുമാനമാണ്. ഒരു രാഷ്ട്രീയ നേതാവും അതിലൊരു വിരുദ്ധ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെ ആ തീരുമാനം ഐക്യത്തോടെ ഏകകണ്ഠമായിരുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ. എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ശ്രീ ബി. റജി. ശ്രീ പണിക്കർ, ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ലോ. ശ്രീ പണിക്കർ, നിയമസഭാ സമ്മേളനം തുടങ്ങും മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെളുപ്പിച്ചെടുക്കണം, അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഈ വെളുപ്പിച്ചെടുക്കാൻ ഏറ്റവും നല്ല മാർഗം സോഷ്യൽ മീഡിയയാണ്. അത് പരമാവധി ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലാണ് മുഖ്യമന്ത്രിയേക്കാൾ കൂടുതൽ ലൈക്ക് കിട്ടുന്നത് പോലെയുള്ള പരാമർശങ്ങൾ. വി.ഡി. സതീശനെതിരെയുള്ള ആക്രമണങ്ങൾ തുടർച്ചയായിട്ട് വരുന്നു. അതിന് ഈ സതീശൻ അനുകൂലികൾ മറുപടി പറയേണ്ടി വരുന്നു. ഡിജിറ്റൽ മീഡിയ സെൽ എന്നത് വെറുതെയാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നു. അങ്ങനെ ഒരു ഡിജിറ്റൽ മീഡിയ സെൽ ഉണ്ടോ എന്ന് പോലും സംശയമാണ് എന്ന് വി.ഡി. സതീശൻ പറയുന്നു. അതുണ്ടെന്ന് മറുപക്ഷം പറയുന്നു. ഇതെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയത്തിലുള്ളതാണല്ലോ. സ്വാഭാവികമായിട്ടും CPM-ന്റെ സൈബർ ഇടങ്ങളിലൊക്കെ സതീശനെതിരെയുള്ള പോസ്റ്റുകൾ വരും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോൾ കാണുന്നത് അതല്ലല്ലോ. അതുകൊണ്ടല്ലേ സതീശൻ ഇന്നത് തുറന്നു പറയേണ്ടി വന്നത്. ശ്രീ മഞ്ജുഷ്, ഈ ഒരു വിഷയത്തിൽ CPM-നെയോ BJP-യോ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം രാഷ്ട്രീയമായിട്ട് കിട്ടുന്ന ഒരു അവസരം അത് അതിശക്തമായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് പാർട്ടികളും ശ്രമിക്കും. അത് സാധാരണ രാഷ്ട്രീയത്തിൽ പതിവുള്ള ഒരു കാര്യമാണ്. ഇവിടെ ശ്രീ വി.ഡി. സതീശൻ ഇന്ന് ചോദിക്കുന്നത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം നടപ്പാക്കിയത് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കെടുത്തിരിക്കുന്ന തീരുമാനമല്ലല്ലോ,
മുതിർന്ന നേതാക്കന്മാരുമായി കൂടിയാലോചിച്ചിട്ടാണല്ലോ ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ അപ്രൂവൽ ഈ തീരുമാനത്തിനുണ്ടല്ലോ. അത് അറിയിക്കുക മാത്രമല്ലേ ഞാൻ ചെയ്തുള്ളൂ, എന്നെ എന്തിനാണ് ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ CPM-കാരോടല്ല, BJP-കാരോടുമല്ല. അദ്ദേഹം ചോദിക്കുന്നത് ഒരു വിഭാഗം കോൺഗ്രസ്സുകാരോടാണ്. അതല്ലായിരുന്നുവെങ്കിൽ ഇപ്പൊ BJP-യുടെ ഒരു ആക്രമണമാണ് അല്ലെങ്കിൽ CPM-ന്റെ ഒരു ആക്രമണമാണ് എങ്കിൽ അദ്ദേഹം ഉപയോഗിക്കേണ്ടുന്ന ഭാഷയോ അദ്ദേഹം പ്രതികരിക്കുന്ന ശൈലിയോ ഇതല്ല എന്ന് നമുക്കറിയാം. അപ്പൊ അദ്ദേഹം ഇവിടെ ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോട് ചേർന്നിട്ടാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ പേരിൽ നിങ്ങൾ എന്നെ എന്തിന് ശത്രുപക്ഷത്ത് വെക്കുന്നു, എന്തിന് നിങ്ങൾ ഇങ്ങനെ ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് എന്നോട് ആക്രമണം നടത്തുന്നു എന്ന് അദ്ദേഹം ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരോടാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ തനിക്കൊരു പരാതി കിട്ടി എന്നതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ശ്രീ VD സതീശൻ എടുത്തത്. അത് പിന്നീട് ഡൈല്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഒരു ലൈക്ക് ക്യാമ്പയിൻ ഒക്കെ തന്നെ നടത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വിഷയത്തിൽ ശ്രീ VD സതീശൻ പ്രതികരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണോ അതോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണത്തിലാണോ സോഷ്യൽ മീഡിയ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്നതിന്റെ പേരിൽ അല്പം മുമ്പ് മഞ്ജുഷ പറഞ്ഞതുപോലെ ഈ ലൈക്കുകളുടെ കൗണ്ട് എടുത്തതിന് ശേഷം ആരാണ് വലിയ ലീഡർ എന്നൊക്കെ തന്നെ സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചത്. പക്ഷെ ആ സമയത്താണെങ്കിൽ പോലും ശ്രീ സതീശൻ അദ്ദേഹം എടുത്തിരുന്ന തീരുമാനത്തിൽ നിന്ന് ഒട്ടും മാറിയില്ല. അദ്ദേഹം പറഞ്ഞ എന്താണ്, ഒരു കടൽ ഇരമ്പുന്നത് പോലെ ഈ പ്രതിഷേധക്കാരെല്ലാം കൂടി വന്നു കഴിഞ്ഞാലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇവിടെ കോൺഗ്രസ് പാർട്ടി എത്തിയിരിക്കുന്ന പൊസിഷൻ എന്താണ്, ഇനി തെരഞ്ഞെടുപ്പിന് എത്ര സമയം ബാക്കിയുണ്ട്, ഈ സമയത്ത് പാർട്ടിയുടെ ഒരു ഇമേജ് റിവൈവൽ എന്നുള്ളതിനാണോ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്, അതോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ഷനലിസത്തിനാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി ശ്രീ സതീശനുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നമുക്കറിയാമല്ലോ, രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ഏത് ക്യാമ്പിലുള്ളതാണ് എന്നാണ് ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ അടുത്ത പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണെങ്കിലും പിന്നീട് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിന്റെ ഭാഗത്താണെങ്കിലും നമ്മൾ ആ സമയത്തെല്ലാം തന്നെ കേട്ടിരുന്ന കോൺഗ്രസിൽ പ്രത്യേകിച്ച് ശ്രീ സതീശൻ കേട്ടിരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം പാർട്ടിയിലുള്ള മറ്റു പല നേതാക്കന്മാർക്കും പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഷാഫിക്കും രാഹുൽ മാങ്കൂട്ടത്തിനും ഒക്കെ തന്നെ കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ പെട്ടെന്ന് അതേ നേതാവ് തന്നെ അതിലുള്ള ഒരു നേതാവിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് അതിൽ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്നില്ല, ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാലിൽ വലിച്ച് താലയിടാൻ നോക്കുന്നത് BJP അല്ല, അത് CPM അല്ല, മറിച്ച് അവിടുത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷമാണ്. അതല്ലാതെ കൂടുതൽ ജനകീയത, കൂടുതൽ സ്വീകാര്യത രാഹുൽ മാങ്കൂട്ടത്തിനാണ് എന്ന് സോഷ്യൽ മീഡിയ ലൈക്ക് എണ്ണിക്കൊണ്ടിരിക്കുന്നതിന് CPM-നോ BJP-ക്കോ എന്തെങ്കിലും താല്പര്യമുണ്ടോ? അപ്പൊ അതാരാണ് നടത്തുക? രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, നമ്മുടെ സുഹൃത്തു കൂടിയാണ് ശ്രീ രാഹുൽ ഈശ്വർ. ശ്രീ രാഹുൽ ഈശ്വറിന് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആരിൽ നിന്നാണ്? കോൺഗ്രസ് പ്രൊഫൈലുകളാണ്. അത് ഫേക്ക് പ്രൊഫൈലുകളൊന്നുമല്ല, ജെനുവിനായിട്ടുള്ള കോൺഗ്രസ് പ്രൊഫൈലുകളിൽ നിന്നാണ് അത് വരുന്നത്. അപ്പൊ അതിന്റെ കാരണം എന്താ? ഒരുപക്ഷെ കോൺഗ്രസിന്റെ മറ്റ് നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പരസ്യമായിട്ടൊരു സ്റ്റാൻഡ് എടുത്തില്ല. അദ്ദേഹത്തിന്റെ ഒരു പക്ഷത്തിനെ, അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്തിനെ പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി അവരാരും തന്നെ ശ്രമിച്ചില്ല. അപ്പൊ അദ്ദേഹത്തിന് കൊടുക്കാത്ത ഒരു സ്പേസ് ഒരു വ്യക്തി എവിടെ കൊടുത്തു എന്നതിന്റെ പേരിലാണ് ആശയപരമായിട്ട് വിരുദ്ധ ചേരിയിലാണ് എങ്കിലും ശ്രീ രാഹുൽ ഈശ്വറിനെ ഇന്ന് കോൺഗ്രസ്സുകാരൊക്കെ തന്നെ പ്രകീർത്തിക്കുന്നത്. എല്ലാ കോൺഗ്രസ്സുകാരും എന്നല്ല ഞാൻ പറഞ്ഞത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാർ. അപ്പൊ അതെല്ലാം BJP-കാരോ CPM-കാരോ ആണ് എന്ന് കോൺഗ്രസ്സുകാർക്ക് പറയാനായിട്ട് കഴിയുമോ? അപ്പൊ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ഫാക്ഷനലിസം ഉണ്ട്. ആ ഫാക്ഷണൽ ലോയൽറ്റി അല്ല ശ്രീ സതീശൻ ഇവിടെ കാണിച്ചത്. അതിന് മുകളിലേക്കായിട്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് താല്പര്യത്തിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു പരാതിയിൽ മെറിറ്റ് ഉണ്ട് എന്ന് തോന്നിയിട്ട് അദ്ദേഹം ഒരു അദ്ദേഹം ഇന്ന് പറഞ്ഞ ഒരു വാചകം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണല്ലോ. ഈ ചെറുപ്പക്കാരനെ ഞാൻ തകർക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ ഗൂഢാലോചന നടത്തുന്നു എന്നുള്ളതാണല്ലോ ആരോപണം. ഇതേ ചെറുപ്പക്കാരനെ തന്നെ നേരത്തെ ഞാൻ വളർത്തുന്നു എന്ന രീതിയിലുള്ള ആരോപണമാണല്ലോ നിങ്ങൾ ഉന്നയിച്ചത് എന്ന് പറയുമ്പോൾ മാധ്യമങ്ങളോട് അത് ചോദിക്കുമ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും കോൺഗ്രസിനുള്ളിൽ തന്നെയാണല്ലോ ആ ചോദ്യം എറിയുന്നത്. നിശ്ചയമായും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഒരു 4-5 വർഷത്തിനുള്ളിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു പാർട്ടിയിലുമുള്ള ഒരു യുവനേതാവും ഇല്ല എന്ന് നിസ്സംശയം പറയാം. അദ്ദേഹം അടൂരുകാരനാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെതല്ലാത്ത ഒരു മണ്ഡലത്തിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന്റെ മിഷനറി, അവരുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം തന്നെ അദ്ദേഹത്തിന് വേണ്ടി കൊണ്ടുപിടിച്ച് ക്യാമ്പയിൻ നടത്തിയതാണ്. അവരോടെല്ലാമുള്ള സൗഹൃദവും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. അത് പരസ്യമായിട്ട് തന്നെ കോൺഗ്രസ്സുകാർ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിന് എതിരെ ഉണ്ടായിരുന്ന നീലപ്പെട്ടി ആരോപണം ഉണ്ടല്ലോ, ആ ആരോപണം ഉണ്ടാകുന്ന സമയത്തും കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് എങ്ങനെയാണ് അദ്ദേഹത്തിന് പിന്നിൽ ഉറച്ചു നിന്നത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതിന്റെ എല്ലാം പേരിൽ അന്ന് ഈ ഒരു
എതിർപ്പിന്റെ അല്ലെങ്കിൽ ഈ വിമർശനത്തിന്റെ മുനയൊക്കെ ഏറ്റ ആൾ കൂടിയാണ് ശ്രീ സതീശൻ. കാരണം അത് ഷാഫിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ആ സീറ്റ് വിട്ടുകൊടുത്തു. കോൺഗ്രസ് അല്ല അവിടെ തീരുമാനമെടുത്തിരിക്കുന്നത്, ഷാഫിയാണ്. ഷാഫിയോടും രാഹുലിനോടും ശ്രീ സതീശനുള്ള വ്യക്തിപരമായ താല്പര്യം കാരണമാണ് മറ്റൊരാളിനെ, ആ മണ്ഡലത്തിലുള്ള ആളിനെ അവിടെ പരിഗണിക്കാതിരുന്നത് തുടങ്ങി കുറേയധികം കാര്യങ്ങൾ കേട്ടു. അത് കഴിഞ്ഞിട്ട് എത്ര നാളായി? ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശ്രീ വി ഡി സതീശന് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനോടോ ഷാഫി പറമ്പിലിനോടോ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിദ്വേഷമുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു പ്രചരണം നിശ്ചയമായിട്ടും അത് ഇവർ തമ്മിലുള്ള ഒരു ഫാക്ഷനലിസത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരികയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു ഫാക്ഷൻ അവിടെ ഇല്ല. പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തനിക്ക് കൂടി ഒരുപക്ഷെ നേരിട്ട് ബോധ്യമുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹം തന്റെ മനസാക്ഷിക്കനുസരിച്ച് ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം അദ്ദേഹം കേന്ദ്ര നേതാക്കളുമായിട്ടും സംസ്ഥാന നേതാക്കളുമായി ചർച്ച ചെയ്തതിനു ശേഷം അതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ പേരിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്വവും പ്രതിപക്ഷ നേതാവിന് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, മറ്റുള്ള ആൾക്കാർക്കൊന്നും അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ ഇനി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹത്തിനെ പങ്കെടുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് സതീശൻ മാത്രമാണ്, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അജണ്ടയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് BJPക്കോ CPM-നോ കോൺഗ്രസിനെ ആക്രമിക്കേണ്ടുന്ന കാര്യമില്ല. ഇല്ല, അങ്ങനെ ഒരു കാര്യമേ വരുന്നില്ല. അത് മാത്രമല്ല, ഇപ്പോൾ സർക്കാരിനെതിരെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് പ്രതിപക്ഷത്തിന്. വരുന്ന നിയമസഭാ സമ്മേളനം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതുമാണ്. പക്ഷേ നിരായുധരാക്കുകയുമാണല്ലോ. ശ്രീ ശ്യാംരാജ്, ഇക്കാര്യത്തിൽ BJPക്കും കൂടുതൽ വിയർപ്പൊഴുക്കേണ്ടി വരുന്നില്ല. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നത് സ്വയം കോൺഗ്രസിൽ തന്നെ ചർച്ച ചെയ്ത് അവിടെ തന്നെ വിഴുപ്പലക്കിക്കൊണ്ട് ആണിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും പരാതി പറഞ്ഞിട്ടില്ല എന്ന് കാട്ടി ക്രൈംബ്രാഞ്ച് അന്വേഷണം പോകുന്നത് ഒന്നും കണ്ടെത്താനാകാത്ത രീതിയിലേക്കാണ് എന്നുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലികൾ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലും രംഗത്തിറക്കിയിരിക്കുകയാണ്. രാഹുൽ ഈശ്വർ ആണല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭക്തനായി അവതരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ BJPക്കും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല അല്ലേ? ഇതിനകത്ത് BJPക്ക് ഒന്നും ചെയ്യാൻ വരേണ്ടതില്ല എന്നുള്ളതല്ല. ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം വെച്ചാല്, നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടായപ്പോൾ മുതൽ ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന നിമിഷം വരെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിഷയങ്ങളും, ഇതിനകത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനത്തിനിരയായിട്ടുള്ള ആളുകൾ അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് ബഹുഭൂരിപക്ഷം എന്ന് വരുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള, കേരളത്തിൽ ഒരു പീഡനങ്ങളും നടക്കാതിരിക്കട്ടെ, പക്ഷെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള വിഷയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇത് ടോട്ടലി കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നടന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിനകത്ത് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ പൊട്ടിത്തെറികളും ഈ പൊട്ടലുകളും ചീറ്റലുകളും എല്ലാം അവർക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാനും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് ആദ്യം കാണുമ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഒരു ഓണാഘോഷത്തിന്റെ ഓണാശംസകളുടെ ഒരു പോസ്റ്റ് ഇടുന്നു, അതിൽ വളരെ വലിയ രീതിയിലുള്ള റീച്ച് ഉണ്ടാവുന്നു. പിന്നീട് ഇവരുടെ ആളുകൾ തന്നെ ഇതിനെ എടുത്ത് പ്രൊമോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് പെയ്ഡാണ്, അതല്ലെങ്കിൽ ഇത് കരുതി കൂട്ടി ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ജനസ്വാധീനവും ജനപിന്തുണയൊന്നും ഇടിഞ്ഞിട്ടില്ല എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പെയ്ഡ് പ്രൊമോഷന്റെ ഭാഗമാണ് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാകുന്നത്. ഇപ്പോ അതിനുശേഷം ഈ രാഹുലിന് അടക്കമുണ്ട്, രാഹുലിന്റെ ഷാഫിനെയും ഒക്കെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ ഇപ്പൊ തലവേദനയായിരിക്കുകയാണ്. ഒരിക്കൽ തലയിൽ വെച്ച് നടന്നിരുന്ന പ്രതിപക്ഷ നേതാവിന് തന്നെ ഇപ്പോൾ തലവേദന ആയിക്കൊണ്ടിരിക്കലാണ്. ഇതൊക്കെ കാരണക്കാർ ഇവർ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളിപ്പോ എത്ര ദിവസമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുക. ഈ വിഷയത്തിനകത്ത് ഈ രാഹുലിനെതിരെയുള്ള കൃത്യവും വ്യക്തവുമായിട്ടുള്ള പരാതി ആദ്യം തന്നെ ലഭിച്ചിട്ടുള്ളവരിൽ ഒരാൾ ഈ വി ഡി സതീശനാണെന്നേ. പക്ഷെ ഇത് ഈ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ വരം കൊടുത്ത് ഇവരെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടു നടന്നതിന്റെ ഫലമാണ് ഇപ്പൊ ഈ വി ഡി സതീശൻ തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേ ഈ രാഹുൽ അടക്കമുള്ള ആളുകൾക്കെതിരെ നടപടിയെടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് തന്നെ ഈ പരാതികളിൽ കഴമ്പുണ്ട് എന്ന് കണ്ടിട്ട് നടപടിയെടുത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളെ സംബന്ധിക്കുന്ന വിഷയം അല്ലെങ്കിൽ കൂടി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരുടെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തന്നെ മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് വി ഡി സതീശന്റെ സന്തോഷ സഹചാരികളായിരുന്നിട്ടുള്ള രാഹുലും അതോടൊപ്പം ഷാഫിയും എല്ലാം ഇപ്പൊ മറുകണ്ഠം ചാടിയിരിക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സ്വയം കൃതാനാർത്ഥം സംഭവിച്ചത് തന്നെയാണ്. അതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പീഡകരെ സംരക്ഷിച്ചതിനുള്ള തിരിച്ചടി വിധി തന്നെ വി ഡി സതീശന് കൊടുത്തതാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്തതാണ് എന്നുള്ളതാണ് സത്യം. ഇനി ഇതെങ്ങനെയൊക്കെ മൂടി വയ്ക്കാൻ വേണ്ടി ശ്രമിച്ചാലും പാർട്ടിക്കുള്ളിൽ വിഷയമില്ല, ഇത് ഏകകണ്ഠമായിട്ടെടുത്തൊരു തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ അങ്ങ് വിശ്വസിക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. കാരണം നാളിതുവരെയായിട്ടുള്ള ചർച്ചകളും നാളിതുവരെയുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തുടക്കത്തിൽ ഈ രാഹുൽ അടക്കമുള്ള ആളുകളെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് അകത്തുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ഉണ്ടായിട്ടുള്ള കൂടുതലായിട്ടുള്ള പരാതികളും ഒക്കെ മറ്റു ചില കാരണങ്ങളും ഒക്കെ വന്നപ്പോൾ സതീശനും കൂട്ടർക്കും നടപടി എടുക്കേണ്ടി വന്നതാണ്
അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ പാർട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് പക്ഷേ നോക്കൂ. ഇവിടെ ഈ പ്രതിപക്ഷ ക്രൈംബ്രാഞ്ച് നേതാവ് അന്വേഷണം ഉണ്ടല്ലോ, സർക്കാർ പെട്ടെന്ന് പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണം, ഏതാനും പരാതികൾ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ ആ പരാതിയൊന്നും ഇതിൽ നേരിട്ടുള്ള ഇരകളുടെ പരാതികളല്ല, വെളിയിൽ നിന്നുള്ള ആളുകളാണ് പരാതി കൊടുത്തിട്ടുള്ളത്. ഇതുവരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകാൻ ഈ ഇര എന്ന് നമ്മൾ പറയുന്ന ആളുകൾ ആരും തയ്യാറായിട്ടില്ല എന്നത് ഈ രാഹുലിനെ വെളുപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധമായി മാറുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം തന്നെ രാഹുലിന് ഗുണകരമായി മാറുന്ന രീതിയിലേക്ക് പോകുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ടല്ലോ ഇപ്പോൾ. അല്ലെങ്കിൽ മൊഴി വരണം, ഒരു മൊഴി വന്നിട്ടുണ്ട് എന്നാണ് അറിവായിട്ടുള്ളത്. പക്ഷേ അതും ഒരു രഹസ്യമൊഴിയുടെ രൂപത്തിലേക്കൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും രാഹുൽ ഈ കേസ് അന്വേഷണത്തിൽ സേഫാണ്. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണല്ലോ ഇനി അങ്ങോട്ട് ഇപ്പോഴും തുടങ്ങിക്കഴിഞ്ഞു, അതിലെ സൈബർ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. എന്തിനാണ് നടപടി വന്നത്, ഈ നടപടി എടുത്ത ആളുകൾക്ക് തന്നെ ഇപ്പോൾ ബോധ്യമായി കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞായി കഴിഞ്ഞു. അല്ല, അത് തന്നെ ഇതിനകത്ത് രണ്ടാമതൊരു സംശയം വരുന്ന അവിടെ ഉണ്ട്. ഇതിനകത്ത് സർക്കാരിന്റെ ആത്മാർത്ഥതയെ കൂടി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഒരു അന്വേഷണം നടന്നുകൊണ്ട് തന്നെ ഇരിക്കലാണ്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ പുതിയ പുതിയ വാർത്തകൾ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളിൽ കൂടി വന്നുകൊണ്ടേയിരിക്കലാണ്. അതായത് രാഹുലിനെ വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ക്രൈംബ്രാഞ്ചിലൂടെ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? കാരണം ഇത്ര വിവാദമായിട്ടുള്ള ഒരു വിഷയം നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്നു. കോൺഗ്രസിൽ അല്പമെങ്കിലും മാന്യതയുള്ള രാഹുലിന്റെ ഈ ചെയ്തികളെ എതിർക്കുന്ന ആളുകൾ പോലും പറയുന്നു നിരവധിയായിട്ടുള്ള സ്ത്രീകൾ ഇയാളുടെ പീഡനത്തിനിരയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരാരും പരാതിക്ക് തയ്യാറായിട്ടില്ല എന്ന് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോ ഞാൻ വിചാരിക്കുന്നത് സർക്കാർ ആത്മാർത്ഥമായിട്ടാണ് ഇതിൽ ഇടപെടുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ പരാതി ഉണ്ടായേക്കാം. അതല്ലെങ്കിൽ അതിനർത്ഥം ഈ പറയുന്ന രാഹുലിനെയും കൂട്ടരെയും വെളുപ്പിക്കുവാൻ വേണ്ടിയിട്ട് മറ്റു ചില സോഷ്യൽ മീഡിയ ജീവികളും നമ്മളോടൊപ്പം തന്നെ ചർച്ചയിലിരിക്കുന്ന ആളുകളൊക്കെ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ തരത്തിലുള്ള ഒരു കൊട്ടേഷൻ നിലവിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ തന്നെ ആ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് സംശയിച്ചാലും അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം ഇതുവരെയുള്ള തുടക്കത്തിലുള്ള സർക്കാരിന്റെ നിലപാടുകള്, ഇതുവരെയുള്ള നിലപാടുകള് ഒക്കെ കാണുമ്പോഴത്തേക്ക് അത്തരത്തിലൊരു സംശയം കൂടി വന്നു പോവുകയാണ്. കാരണം ആ ഒരു നമ്മൾ റെക്കോർഡിങ് കേട്ടല്ലോ, അത് തന്നെ എത്ര ദയനീയമായിട്ടാണ് ആ പെൺകുട്ടി കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് ഇയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അൺഒഫീഷ്യലായിട്ട് പുറത്തു നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ചിട്ട് ഇത്തരം ധാരാളമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ആരും ഇയാൾക്കെതിരെ പരാതി പറയാൻ തയ്യാറായില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാനേ ബുദ്ധിമുട്ടാണ്. കാരണം ഇത്രയധികം ഈ ഒരു വിഷയം പ്രമാദമാകുന്നു. പല ആളുകളും നേരിട്ട് അനുഭവിച്ചവർ അല്ലെങ്കിൽ കൂടി പല ആളുകളും പുറത്തു വന്നിട്ട് ഇയാൾക്കെതിരെ പരാതി പറയാൻ വേണ്ടി അല്ലെങ്കിൽ ചില വെളിപ്പെടുത്തലുകൾ നടത്താൻ വേണ്ടി തയ്യാറാവുന്നു. അപ്പോൾ ഇത് ആരും മൊഴി നൽകിയിട്ടില്ല എന്ന് പറയുന്നതിനകത്ത് എന്തൊക്കെയോ ചില ഒളിച്ചുകളികൾ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പങ്കെടുപ്പിക്കുകയില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരേണ്ട എന്ന രീതിയിൽ പറയുവാൻ ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ മടിക്കുകയാണ്. സസ്പെൻഷനിലായ ആളാണ്, പക്ഷേ ഇതുവരെ സ്പീക്കർക്ക് കത്ത് പോലും നൽകിയിട്ടില്ല എന്നാണ് അറിവായിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പ്രഹസനം എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോവുകയാണ്. 2 ആഴ്ച മുൻപ് തന്നെ ഇക്കാര്യത്തിൽ നേതാക്കന്മാർ പരസ്യമായ അഭിപ്രായ പ്രകടനം നടത്തി കഴിഞ്ഞു. അടൂർ പ്രകാശ് പോലും ഇക്കാര്യം പറയുകയാണ്, നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് MM ഹസൻ പറയുകയാണ്. അപ്പോൾ ഈ സസ്പെൻഷൻ തന്നെ പ്രഹസനമാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നു നിൽക്കുന്നത്. ആകെ പരസ്യമായി ഇതിൽ പ്രതികരിക്കുന്നത് ഞങ്ങളെടുത്ത തീരുമാനം ശരിയാണ്, അത് കൃത്യമായ ബോധ്യത്തിൽ നിന്നാണ്, അതിൽ നിന്ന് മാറുവാൻ സമയമായിട്ടില്ല എന്ന് പറയുന്നത് VD സതീശൻ മാത്രമാണ്. ബാക്കി എല്ലാവരും വെളുപ്പിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ മീഡിയ സെല്ലിൻ്റെ കാര്യത്തിൽ പോലും 2 അഭിപ്രായം പാർട്ടിയിൽ നിലനിൽക്കുകയാണ്. ഇതെന്താണ് ഈ കാലം എന്ന് പറയുന്നത്? സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുന്നതിന് വളരെ പ്രാധാന്യമുള്ള സമയമാണ്. എല്ലാ പാർട്ടികളും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കെ കോൺഗ്രസിൽ മാത്രം DMC വേണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു, അല്ലെങ്കിൽ അത് പുനഃസംഘടിപ്പിക്കണം എന്നുള്ള ആവശ്യം വരുന്നു. ഈ DMC തന്നെ, ഡിജിറ്റൽ മീഡിയ സെൽ തന്നെ പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ ആരോപണം അഴിച്ചുവിടുന്നതിനുള്ള ആയുധമായി മാറുന്നു എന്നുള്ള ആരോപണം വരുന്നു. ഏത് പാർട്ടിയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയിൽ എന്തെങ്കിലും ഇന്റേണലായി എന്തെങ്കിലും പ്രതിസന്ധികൾ ഉണ്ട് എന്നൊക്കെ മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും പറഞ്ഞു വരുത്തുന്നതാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടായപ്പോൾ തന്നെ എതിരാളികൾക്ക്, അതായത് രാഷ്ട്രീയ എതിരാളികൾക്ക് മുതലെടുപ്പ് നടത്തുവാതിരിക്കുന്നതിന് വേണ്ടി അടിയന്തരമായി കൂടിയാലോചിച്ച് കൂട്ടായി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം ഒരു തീരുമാനമെടുത്തു, അത് ഇംപ്ലിമെന്റ് ചെയ്തു, കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മുതലെടുപ്പ് നടത്തുവാൻ ഇവിടുത്തെ ഭരണപക്ഷത്തിനോ അല്ലെങ്കിൽ LDF-നോ BJP-ക്കോ കഴിഞ്ഞിരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞ് രണ്ടാമത്തെ വിഷയം എന്താണ്? ഏറ്റവും 3 നടപടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ചത്. പാർട്ടിപരമായിട്ട് പാർട്ടിയുടെ അംഗത്വം സസ്പെൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസ്, അതായത് കേരളത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മുഖമായി, യുവാക്കളുടെ ശബ്ദമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞു നിന്നിരുന്ന ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടും സ്നേഹം കൊണ്ട് ആളുകൾ പൊതിയും. അതിന്റെ ഭാഗമായിട്ട്, ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ഉണ്ടാവാം. അതിനൊന്നും ഒരു തർക്കവുമില്ല.
പക്ഷേ പാർട്ടി ഒരു നടപടിയെടുത്തു, എതിരാളികൾക്ക് അത് ഉപയോഗപ്പെടുത്തുവാൻ കഴിയാത്ത രീതിയിൽ ഒരു നടപടി എടുക്കുമ്പോൾ അതിനെ പാർട്ടിയെ സ്നേഹിക്കുന്നവര് അതിനെ ഉൾക്കൊള്ളും, അതിനെ അംഗീകരിക്കും. അതാണ് രാഷ്ട്രീയ മര്യാദയും. ഈ പാർട്ടിയെ സ്നേഹിക്കുന്നവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ വരുന്ന സെപ്റ്റംബർ 15-ാം തീയതി കേരള നിയമസഭയുടെ 14ാം സമ്മേളനം ചേരുകയാണ്. 12 ദിവസം നീണ്ടു നിൽക്കുന്നു. അടുത്ത ഒക്ടോബർ 10-ാം തീയതി വരെ ആ സമ്മേളനമുണ്ട്. അപ്പൊ ആ സമ്മേളനത്തിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. പിന്നെ രാഹുൽ മാങ്കൂട്ടം പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഇന്ന് വി ഡി സതീശൻ അതിനെ കുറിച്ച് പറയുന്നത് നിയമസഭാ സമ്മേളനം തുടങ്ങാൻ ഇനിയും ദിവസങ്ങൾ ഉണ്ടല്ലോ, അപ്പോൾ ആ സമയത്ത് തീരുമാനിക്കാമെന്നാണ്. അത് കോൺഗ്രസ് പാർട്ടി അല്ലല്ലോ ഇത് തീരുമാനിക്കേണ്ടത്, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണല്ലോ. പിന്നെ എന്തിനാണ് കോൺഗ്രസ് ഇതിനകത്തൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നത്? അടൂർ പ്രകാശൊക്കെ പറഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ്. ഇങ്ങനെയാണെങ്കിൽ ഇത് കോൺഗ്രസിന് എന്തിനാണ് ഇതിലെ ഒരു ആശയക്കുഴപ്പം? സസ്പെൻഡ് ചെയ്ത ഒരാളെ കുറിച്ച് എന്തിനാണ് ഇത്ര ആശയക്കുഴപ്പം? നോക്കൂ മഞ്ജുഷ്, ഒരു MLA ആ MLA സ്ഥാനം നഷ്ടമാകണമെങ്കിൽ, അയോഗ്യനാകണമെങ്കിൽ ഭരണഘടനാ പ്രകാരവും ജനപ്രാതിനിധ്യ നിയമത്തിലും ഒക്കെ, അതുപോലെ സുപ്രീം കോടതി ജഡ്ജ്മെന്റിലും വകുപ്പുകളുണ്ട്, കൃത്യമായിട്ട് വകുപ്പുകളുണ്ട്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി, അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഈ MLA ആ പദവിയിൽ നിന്ന് അകന്നു മാറുന്നില്ല. പക്ഷേ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തയാൾ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് കോൺഗ്രസിന് എന്താണ്, പങ്കെടുക്കണോ വേണ്ടയോ എന്ന് കോൺഗ്രസിന് അഭിപ്രായം പറയേണ്ട ആവശ്യം പോലും ഇല്ലല്ലോ. ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരുന്ന പക്ഷം രാഷ്ട്രീയ എതിരാളികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭരണവിരുദ്ധ വികാരങ്ങൾ അപ്പാടെ തമസ്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വന്നാൽ അത് കോൺഗ്രസിനും UDF-നും പ്രതിരോധത്തിലാകുവാനുള്ള ഒരു സാഹചര്യമേ ഉണ്ടാക്കുകയുള്ളൂ. സർക്കാരിനെതിരെ ഒരായുധവും എടുത്ത് പ്രയോഗിക്കുവാൻ കഴിയില്ല. അത് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടം ഇനി അടുത്ത ഒക്ടോബർ 10-ാം തീയതി വരെ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ MLA ആയിട്ട് അവിടെ വരാം, അല്ലെങ്കിൽ ഒരു അപേക്ഷ എഴുതി കൊടുക്കാം, എനിക്ക് ലീവ് അനുവദിക്കണമെന്ന് പറയാം. എന്തായാലും സർക്കാരിന്റെ 5 വർഷത്തെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം അങ്ങേയറ്റം. നോക്കൂ, പോലീസ് മർദ്ദനം സംബന്ധിച്ച് നിരപരാധികളെ പിടിച്ച് ഇടിച്ച് ചവച്ച് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് 78 വർഷം കഴിഞ്ഞിട്ടും ഈ ജനാധിപത്യ ബോധമില്ലാത്ത പൗരന്മാരുടെ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് പണം അതിന്റെ ശമ്പളമായി ഈടാക്കിക്കൊണ്ട് പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്ന ഈ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുവാൻ 78 വർഷമായിട്ട് നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് കഴിയുന്നില്ല എങ്കിൽ ഈ പോലീസ് സംവിധാനത്തിന്റെ പരാജയമല്ലേ കാണുന്നത്? ഈ കാക്കി മാറ്റിയിട്ട് നീലക്കാക്കി ഇട്ടു അവരെ മാറ്റേണ്ട ഒരു ഘട്ടം എത്തിയിരിക്കുമല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന എത്രയോ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കത്ത് വിവാദം, CPM-ന്റെ കത്ത് വിവാദം, അതുപോലെ പരാജയം, ആരോഗ്യരംഗത്തെ പരാജയം, അതുപോലെ വോട്ട് ചോരി സംബന്ധിച്ച് BJP-ക്കെതിരായിട്ടുള്ള വിഷയങ്ങൾ, ഇതൊക്കെ തന്നെ തമസ്കരിക്ക് പോകാൻ വേണ്ടി രാഹുലിനെ എടുത്തുകൊണ്ട് ഈ ഭരണവിരുദ്ധ വികാരത്തെ തമസ്കരിക്കുവാനുള്ള ബോധപൂർവമായ ശ്രമം രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതിനെതിരെ രാഹുൽ മാങ്കൂട്ടമാണ് കരുതിയിരിക്കേണ്ടത്, യുക്തമായ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തെ കുറിച്ച് പറയാനുള്ളത്. പക്ഷേ ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനെ തന്നെ വെളുപ്പിച്ചു കൊണ്ടുവന്ന് നിയമസഭയിൽ ഇരുത്തണമെന്ന് വാശി പിടിക്കുന്ന കോൺഗ്രസിന്റെ സൈബർ ഹാൻഡിലുകളെയും കാണാം. അവരാണ് സതീശിനെതിരെ പടനീക്കം നടത്തുന്നതും. ഇത് വ്യക്തമാണ്. നോക്കൂ, അവരെ എങ്ങനെ തെറ്റു പറയാൻ കഴിയും? രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തിക്കെതിരെ ഒരു വിവാദം ഉണ്ടായപ്പോൾ അയാളെ പാർട്ടി അതിന്റെ ന്യായമായ ധാർമ്മികമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തീരുമാനം കൈക്കൊണ്ടു. അതേസമയം അദ്ദേഹത്തിനെതിരെ ഒരു പരാതിയില്ല. അദ്ദേഹത്തിനെ ഈ റൂൾ ഓഫ് ലോയിൽ, നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന ഒരു രാജ്യത്ത് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം നിരപരാധിത്വം തെളിയിച്ച് അദ്ദേഹം അഗ്നിശുക്തി വരുത്തി കഴിഞ്ഞാൽ അത് സംബന്ധിച്ച വിവാദം അവിടെ അവസാനിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അവസാനിക്കുമോ? ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമ്പോൾ ചിലപ്പോൾ പരാതിക്കാർ ഉണ്ടാവുകയില്ല. കാരണം ആ രീതിയിലുള്ള ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ പരാതിയില്ല, കേസും മുന്നോട്ട് പോയില്ല എങ്കിൽ പോലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ അഗ്നിശുദ്ധി വരുത്തി പുറത്തെത്താൻ കഴിയും? കാരണം ഇത് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ബോധ്യം വന്ന കാര്യമാണ്. ഒന്നിച്ചെടുത്ത ഒരു തീരുമാനമെന്ന് വി ഡി സതീശൻ പലതവണ പ്രഖ്യാപിക്കുകയും ചെയ്തു. ബോധ്യത്തിലെടുത്ത തീരുമാനമാണെന്ന് പറയുകയും ചെയ്തു. ബോധ്യത്തിലെടുത്ത തീരുമാനം എന്ന് പറയുമ്പോൾ കോൺഗ്രസിനത് മനസ്സിലായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുറത്തു വന്നത് ചില്ലറ കാര്യങ്ങളല്ല എന്ന്. അപ്പോൾ അത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന് മൊഴികൾ കിട്ടാത്തതിനാൽ മുന്നോട്ട് പോകാൻ ആയില്ല എങ്കിൽ പോലും എങ്ങനെ രാഹുലിന് അഗ്നിശുദ്ധി വരുത്താൻ കഴിയും? നോക്കൂ മഞ്ജുഷ്, ഇതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തൻ്റെ ഭാഗം ഇതുവരെ വിശദീകരിക്കാനായിട്ട് നാളിതുവരെയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. മറ്റെല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കുന്ന, നന്നായി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഒരാളിന് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ, അത് കേരളം മാത്രമല്ല
രാജ്യം മൊത്തത്തിൽ കേരളത്തിലെ ഒരു കോൺഗ്രസ് MLA-ക്ക് ഈ രീതിയിലത്തേക്കുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വിഷയത്തിൽ നാളിതുവരെ തന്റെ ഭാഗം വിശദീകരിക്കാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ട് കഴിയുന്നില്ല, എന്തുകൊണ്ട് അദ്ദേഹം അതിനെ ശ്രമിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഇതുവരെ മറുപടി ആരും തന്നെ പറഞ്ഞിട്ടില്ല. പാരസെറ്റമോളും സിട്രസിനും കഴിച്ച് ദിവസങ്ങൾ കഴിച്ചാൽ മതിയോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. കാര്യങ്ങൾ തന്റെ മണ്ഡലത്തിലെ തനിക്ക് വലിയ ഭൂരിപക്ഷം നൽകി ജയിപ്പിച്ച വോട്ടർമാരെ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ. അപ്പൊ അദ്ദേഹം മണ്ഡലത്തിൽ പോകുന്നുണ്ടോ, വോട്ടർമാരെ കാണുന്നുണ്ടോ? ഈ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇനി തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നതെല്ലാം തന്നെ വളരെ പ്ലാൻഡ് ആയിട്ടുള്ള തെറ്റായിട്ടുള്ള ആരോപണങ്ങളൊക്കെ ആയിരുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നിയമ നടപടികൾ സ്വീകരിക്കാം. അതിനും അദ്ദേഹം തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ നിലവിൽ എന്തൊക്കെ പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നടപടിയെടുത്തിരിക്കുന്നത്, ആ നടപടി തെറ്റാണ് എന്ന് പൊതുസമൂഹത്തിനെ ബോധിപ്പിക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രവർത്തകരെയോ മറ്റു നേതാക്കന്മാരെയോ ബോധിപ്പിക്കുന്ന ഒരു നടപടിയും നാളിതുവരെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് പുതിയ മാറ്റം ഇവിടെ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പിന്തുണ പൊതുസമൂഹത്തിന്റെയോ കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഒരു ചോദ്യം. രണ്ട്, ഇത് സൃഷ്ടിച്ചിരിക്കുന്ന ആശയക്കുഴപ്പമാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലാണ്. അപ്പൊ എല്ലാവരും അതിനെപ്പറ്റി അവർക്ക് ധാരണയുണ്ട്. പക്ഷേ ഈ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ അത് പെർമനന്റ് ഡിസ്മിസലായിട്ട് മാറുമോ? മാറണമെങ്കിൽ എന്താണ് അതിന്റെ മാനദണ്ഡം? അതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക കാലപരിധിയിലേക്ക് മാത്രമാണോ ഈ സസ്പെൻഷൻ? അതിനുശേഷം പ്രത്യേകിച്ച് ഒരു പരാതി ഉണ്ടായില്ല എങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണം നടന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കോൺഗ്രസ് സ്വയം വിധിക്കുമോ? അപ്പോഴാണോ ഈ സസ്പെൻഷൻ റദ്ദ് ചെയ്ത് അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നത്? എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ? നമുക്കറിയില്ല. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒരു നാച്ചുറൽ ജസ്റ്റിസ് കിട്ടേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവിടെ അതുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുത്തതിന് ശേഷം ആ നടപടി ഏകദേശം ഇൻഡെഫിനിറ്റ് ആണ് എന്ന രീതിയിലത്തേക്ക് വരുത്തുകയും അതിനു പുറമെ ഇനി ഒരു അന്വേഷണം പോലും ഇല്ല, ഇതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണ് എന്ന് AICCയുടെ വക്താവ് തന്നെ വന്ന് പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലേക്കുള്ള വഴി എന്താണ്, കേരളത്തിലെ കോൺഗ്രസിന് മുന്നിലേക്കുള്ള വഴി എന്താണ്, ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പോലും കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാരുടെ ഇടയിൽ രണ്ടഭിപ്രായമുള്ളത്. പ്രത്യേക ബ്ലോക്കായിട്ട് അദ്ദേഹം ഇരിക്കണോ, അതിനു വേണ്ടുന്ന കത്ത് സ്പീക്കർക്ക് കൊടുക്കണോ, അദ്ദേഹം പങ്കെടുക്കണോ, ഈ കാര്യത്തിലൊക്കെ ഇവരെല്ലാവരും അഭിപ്രായം പറയുകയാണ്. സത്യത്തിൽ സസ്പെൻഷനിലുള്ള ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമേ അല്ല. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് പാർട്ടി എന്തിനാ ബോധർ ചെയ്യുന്നത്? എന്തിനാണ് അതിന് ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, ആ സമയത്ത് തീരുമാനിക്കാം. അല്ലെങ്കിൽ ശ്രീ അടൂർ പ്രകാശ് പറയുന്നത് പോലെ അദ്ദേഹം പങ്കെടുക്കേണ്ടതാണ്, എന്തിനു മാറി നിൽക്കണം, ഇതിനേക്കാൾ പ്രശ്നമുള്ള ആൾക്കാർ വേറെയും ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചവർ അഭിപ്രായം പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സസ്പെൻഷനിലല്ല, ഇപ്പോഴും പാർട്ടിയിലുള്ള ഒരാളാണ് എന്ന മട്ടിലാണ് ഇവർ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിനെ സെപ്പറേറ്റ് ഒരു ബ്ലോക്കിൽ ഈ മുഖ്യ പ്രതിപക്ഷത്തിനോടൊപ്പം അല്ലാതെ അദ്ദേഹത്തിന് ഇരുത്തുന്നു എന്ന് കരുതിക്കോളൂ. നിശ്ചയമായും ഈ ഒരു വിഷയത്തിൽ അവിടെ ചർച്ചയുണ്ടാകും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ ഉണ്ടാകും. ആ പരാമർശം ഉണ്ടാകുന്ന സമയത്ത് കോൺഗ്രസ് MLA-മാരിൽ ഈ രീതിയിലത്തേക്കുള്ള ഒരു ഫാക്ഷണലിസം നമ്മൾ കാണുമോ? അവരെ ആരെങ്കിലും ഈ ഒരു പരാമർശം ഉണ്ടാകുന്ന സമയത്ത് ഡിഫെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ തിരിച്ച് പ്രത്യാക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ടോ അവർ ശ്രമിക്കുമോ? അങ്ങനെയാണെങ്കിൽ അവരുടെ ലോയൽറ്റി എവിടെയാണ്? പാർട്ടിയോടൊപ്പമാണോ ലോയൽറ്റി? പാർട്ടി എടുത്ത തീരുമാനത്തിലാണോ? അതോ സതീശൻ വിരുദ്ധ ഗ്രൂപ്പ് എന്ന രീതിയിലോ ഷാഫി മാങ്കൂട്ടത്തിൽ ഗ്രൂപ്പ് എന്ന രീതിയിലോ അതിനു വേണ്ടിയിട്ട് അവർ പിന്തുണ കൊടുക്കുമോ? ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നിലവിൽ നമ്മൾ ഈ വിഷയത്തിൽ കണ്ടിരിക്കുന്ന രണ്ട് അഭിപ്രായമാണ് എങ്കിൽ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ, CPM-ന്റെ ഭാഗത്തു നിന്ന് ഒരു പരാമർശം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ഒരുപക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് കോൺഗ്രസിലെ സംസ്ഥാന നേതൃത്വത്തിന് നേരിട്ട് ഇടപെട്ട് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ വിഷയം പോകുന്നതാണ്. പക്ഷെ അതിൽ അപ്പോൾ സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു പ്രതിരോധം തീർക്കുവാൻ കഴിയും. ഇതൊരു പരാതി പോലും ഉണ്ടാകാതിരുന്നിട്ട് പോലും ഞങ്ങൾ നടപടിയെടുത്തു എന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ശ്രീ പണിക്കർ. അത് കോൺഗ്രസിന്റെ ഒരു വിജയം തന്നെയാണ്. അല്ല, അവിടെ മാത്രമായിട്ട് നിൽക്കുമോ എന്നുള്ളതാണ്. അതായത് ആ ഒരു വിശദീകരണം നിശ്ചയമായിട്ടും പ്രതിപക്ഷ നേതാവ് പറയുന്നത് അത് തന്നെയായിരിക്കും. പക്ഷേ ആ ഒരു വിശദീകരണത്തിൽ തൃപ്തികരമാണ് അത് എന്ന് കരുതിക്കൊണ്ട് ഇനി അങ്ങോട്ട് ആരോപണത്തിന്റെ മുനെ അങ്ങോട്ട് തൊടുത്തു വിടേണ്ടതില്ല എന്ന് CPM തീരുമാനിക്കുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ കൂടുതൽ വർദ്ധിതമായിട്ട് ഇവരെ ആക്രമിക്കും. നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പാർട്ടിയിൽ ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണം നടത്തുമോ? അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വോട്ടർമാരോട് കാര്യങ്ങൾ വിശദീകരിക്കുമോ? ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന്റെ എക്സ്റ്റൻഡഡ് ലൈബിലിറ്റി കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തി എന്ന് പറയുന്ന ഒരൊറ്റ വിശദീകരണം മതിയാകാതെ വരും. ആ സമയത്ത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരുപക്ഷെ മറ്റുള്ള ആരോപണങ്ങൾ, കുറ്റപത്രത്തിൽ പേരൊക്കെയുള്ള ആൾക്കാർ ഇവിടെ CPM-ൽ തന്നെ ഇരിക്കുമ്പോൾ കോൺഗ്രസ്സുകാര് നിശ്ചയമായിട്ടും കൂടുതൽ സമയത്തേക്ക് ഇങ്ങനെ ഈ ഒഫീഷ്യൽ പക്ഷവും പിടിച്ച് നിൽക്കുമോ, അതോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഫോർവേഡ് കളിക്കാനായിട്ട് ഇറങ്ങുമോ എന്നുള്ളതാണ് പ്രശ്നം.
അവിടെയാണ് പ്രശ്നം. അതായത് ഇതുവരെ അവർ ഡിഫൻസിലാണ് ഇരിക്കുന്നത് എങ്കിൽ ആ ഒരു വല്ലാത്ത ആക്രമണം ഇങ്ങോട്ട് നേരിട്ട് കഴിഞ്ഞാൽ ഇവർ ഇറങ്ങിക്കളിക്കാനായിട്ട് തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ഇറങ്ങിക്കളിക്കാനായിട്ട് അവർ തയ്യാറാവുകയും കോൺഗ്രസിന്റെ ഔദ്യോഗിക പക്ഷത്തിന് അപ്പുറത്തേക്കുള്ള ഒരു അഭിപ്രായം അവിടെ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ആ MLA-മാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇത് കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കുക. ഇനി ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇല്ലെങ്കിൽ സംഭവിക്കാമല്ലോ. അദ്ദേഹം സഭയിൽ വന്നില്ല എങ്കിലും ഈ വിഷയം CPM അവിടെ ഉന്നയിക്കും. അത് ഉന്നയിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉള്ളപ്പോൾ അദ്ദേഹം ന്യായീകരിച്ചോളും, സ്വയം ഡിഫെൻഡ് ചെയ്തോളും എന്നുള്ള ഒരു പൊസിഷൻ പോലും അവിടെ കോൺഗ്രസിന് എടുക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അദ്ദേഹം പറഞ്ഞോട്ടെ എന്ന് പറയുന്നതിന് വരെ ഈ കോൺഗ്രസ്സുകാർ നാച്ചുറലി എല്ലാ ആൾക്കാരും ഇറങ്ങി കളിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും. എന്ന് വെച്ചാൽ നിലവിലെ ഔദ്യോഗികമായിട്ട് കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനത്തിന് അപ്പുറത്തേക്ക് സംസാരിക്കാൻ ഒരുപക്ഷെ കോൺഗ്രസിലെ പല MLA-മാരും നിർബന്ധിതരായി മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. ആ സമയത്ത് പാർട്ടിയുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഫാക്ഷനലിസം കൂടുതൽ ശക്തമായിട്ട് പുറത്തേക്ക് വരുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അന്നേരം മാധ്യമങ്ങൾ എന്തായിരിക്കും റിപ്പോർട്ട് ചെയ്യാന്നറിയോ? ആരൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ശക്തിയുക്തം വാദിച്ചത്, ആരൊക്കെയാണ് സംസാരിക്കാതിരുന്നത്, പ്രതിപക്ഷ നേതാവ് എടുത്തിരുന്ന നിലപാട് എന്താണ്, കൂടുതലായിട്ട് ഒരു സംയമനം പാലിച്ചിരിക്കുന്നത് ആരാണ്? ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് കോൺഗ്രസിലുള്ള ആഭ്യന്തരമായിട്ടുള്ള പുതിയ സമവാക്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്താൻ തുടങ്ങും. പിന്നീട് ചർച്ചകൾ പോലും ആ വഴിക്ക് പോകും. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വന്നാലും വന്നില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രശ്നമാണ്. പിന്നീടുള്ളത് ഈ അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാകുമോ, അങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ്. പക്ഷെ അവിടെ കോൺഗ്രസിന് ഞാൻ കരുതുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സത്യത്തിൽ ന്യായീകരിക്കേണ്ടുന്ന ഒരാവശ്യവും നിലവിലില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ചെയ്യേണ്ടത്. അദ്ദേഹം പോലും സ്വയം ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇതുവരെ തയ്യാറാവാത്ത സാഹചര്യത്തിൽ നിശ്ചയമായും ശരി. ശ്രീ പി ശ്യാംരാജ്, നേരത്തെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ സജീവമായി നടക്കുന്നു എന്നുണ്ടായിരുന്നു. നിങ്ങളും അത്തരത്തിലുള്ള ഒരു കരുതൽ അവിടെ നടത്തിയതാണ് വരാതിരിക്കുന്നതിന് വേണ്ടി. കാരണം ഷാഫിയുടെ നേതൃത്വത്തിൽ A ഗ്രൂപ്പിന്റെ യോഗം ചേരുന്നു, രാഹുലിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ, ഓണസമയത്ത് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതെങ്ങനെയാണ് പൊളിഞ്ഞത്? അങ്ങനെ ശരിക്കും അതൊരു ആരോപണം മാത്രമായി നിൽക്കുകയാണോ? അങ്ങനെയുള്ള നീക്കം നടന്നിരുന്നില്ലേ? അതാണ് ഞാൻ ഈ തുടക്കം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ പോയിന്റ് ചെന്നെത്തുന്നത് അതിലേക്കാണ് മഞ്ജുഷ. അതായത് നമ്മൾ നിലവില് ജനങ്ങൾ പൊതുമധ്യത്തിൽ കണ്ടിട്ടുള്ളത് മഞ്ഞുമലയുടെ ചെറിയൊരറ്റം മാത്രമാണ്. ഇതിന്റെ താഴേക്ക് ഒരുപക്ഷെ നമ്മുടെ സങ്കല്പത്തിന് പോലും അതീതമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ അതിശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉള്ളത് കൊണ്ടും പിന്നെ പുറത്തുനിന്ന് ഞങ്ങളൊക്കെ സൂചിപ്പിച്ച പോലെയുള്ള അതിശക്തമായിട്ടുള്ള സമരങ്ങൾ ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് കൊണ്ടും ഈ രാഹുലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിയാത്തതാണ്. ഷാഫി അരയും തലയും മുറുക്കി അയാൾക്ക് പറ്റുന്നതിന്റെ പരമാവധി ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് തന്നെ ഉണ്ടെന്നേ. പക്ഷെ അത് കഴിയാതെ പോയപ്പോൾ ഉണ്ടായിട്ടുള്ള ചില പൊട്ടിത്തെറികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഒരു വിഷയം തുടങ്ങിയതും നാൾ മുതൽ ഇന്ന് വരേക്കും ഈ ഒരു നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾ തന്നെ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഈ അടുത്ത കാലത്ത് ഏറ്റവും മുന്നിലുള്ള ഒരു എമർജിങ് യങ് ലീഡർ ആയിട്ടുള്ള ഒരു വ്യക്തി, ആ വ്യക്തിക്കെതിരെ സത്യസന്ധമായിട്ടുള്ള പരാതികൾ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അയാളെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും വഴികൾ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി അതിന് ശ്രമിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഏത് വിധേനയും അതിനു വേണ്ടി അവർ ശ്രമിക്കില്ലേ? ഈ കാലം ഇത്രയുമായിട്ടും അവർ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരുന്നില്ലേ ഈ രാഹുലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ ഇപ്പോൾ അവർക്ക് അതിന് കഴിയാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് വന്നിരിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ തിരിച്ചിനി പാലക്കാട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളതോ ഇനി അയാളെ മറ്റെവിടെയെങ്കിലും പ്ലേസ് ചെയ്യുക എന്നുള്ളതോ പൊതുമധ്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളതോ അവരെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപക്ഷെ ഇനിയും അയാൾക്കെതിരെ ഇതിനകത്തു നിന്ന് തന്നെ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വരുമെന്നോ ഉള്ള ഭയമുള്ളത് കൊണ്ട് പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റാതിരുന്നതാണ്. ഇപ്പൊ ഒരാഴ്ച മുമ്പ് തന്നെയുള്ള ഇവരുടെ ഈ ഷാഫി അടക്കമുള്ള ആളുകളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമ്മൾ കണ്ടതല്ലേ. വന്നാൽ എന്താണ് കുഴപ്പം, അല്ലെങ്കിൽ വരാൻ വേണ്ടിയിട്ട് പോകുന്നു. ഷാഫി നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളോട് വളരെ ധാർഷ്ട്യത്തോടെ സംസാരിച്ചത് നമ്മൾ കേട്ടതല്ലേ. അപ്പൊ ഇതിലൊന്നും കുലുങ്ങാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറല്ലായിരുന്നു. ഏതെല്ലാം വിധത്തിൽ ഇയാളെ പുട്ടിയടിക്കാൻ വേണ്ടി പറ്റും ആ രീതിയിലൊക്കെ പുട്ടിയടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇവർ എത്ര ലിറ്റർ പുട്ടി മേടിച്ചിട്ടും എത്ര കിലോ പുട്ടി മേടിച്ചിട്ടും ആ പുട്ടി കൊണ്ടൊന്നും വെളുപ്പിക്കാൻ വേണ്ടി പറ്റാത്തത്ര ഡാമേജ് ഈ വ്യക്തി പൊതുസമൂഹത്തിൽ, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പൊതുസമൂഹത്തിൽ ചെയ്ത് വച്ചിരിക്കലാണ്. അപ്പൊ അതുകൊണ്ട് ഇയാൾക്ക് വരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെയുള്ള അതിശക്തമായിട്ടുള്ള സമരങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ചോദിച്ച മറ്റൊരു ചോദ്യത്തിന്റെയും പ്രസക്തി എന്ന് പറയുന്നത്, ഇടതുപക്ഷം എവിടെ?
പാലക്കാട് നിങ്ങൾ നോക്കൂ, ഏറ്റവും കൂടുതൽ സമരം ചെയ്തിട്ടുള്ളത് ഈ രാഹുലുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങളാണ് സമരം ചെയ്തിട്ടുള്ളത്. അത് പാർട്ടിയും ഞങ്ങളുടെ വിവിധ മോർച്ചകളും അടക്കം ഞങ്ങളുടെ മുഴുവൻ സംവിധാനങ്ങളും നിരത്തിൽ ഇറങ്ങി സമരത്തിലാണ്. അവിടെ ഇടതുപക്ഷം എവിടെയാണ്? അവരെത്രയിടത്തേക്ക് സമരം നടത്താൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്? ഈ കേസിന്റെ പോലും ഗതി പോകുന്നത് എങ്ങോട്ടാണ്? ഈ പക്ഷെ അങ്ങനെ കേസ് സംശയിക്കേണ്ടതുണ്ടോ ശ്രീ പണിക്കർ? ക്രൈംബ്രാഞ്ച് കിട്ടാവുന്ന പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നതായല്ലേ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അതോ മറിച്ചാണോ? ശ്യാംരാജ് പറയുന്നതിൽ കാര്യമുണ്ടോ? അല്ല, അതിനെക്കുറിച്ച് എനിക്ക് സത്യത്തിൽ അറിയില്ല. കാരണം അത് വളരെ രഹസ്യ സ്വഭാവത്തിൽ നടത്തുന്ന ഒരു എൻക്വയറിയാണ്. പക്ഷെ കുറേയേറെ അപ്പോൾ അതിൽ വിവരങ്ങൾ വെളിയിലേക്ക് വരുന്നുണ്ട്. എല്ലാ എൻക്വയറിയിലേതുപോലെ കുറേയധികം വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യ സ്വഭാവത്തിൽ നടക്കുന്നതാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു ആവശ്യം സത്യത്തിൽ ക്രൈംബ്രാഞ്ചിനില്ല. പിന്നെ അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൈകടത്തൽ ഉണ്ട് എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന നടപടികൾ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ടുള്ള നടപടി എടുക്കാനായിട്ട് ക്രൈംബ്രാഞ്ചിന് സാധിക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് കൂടുതൽ പ്രതിസന്ധിയിലാകും എന്നുള്ള ഒരു കാര്യമുണ്ട്. കാരണം ചാടിക്കേറി കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കുന്നു, എന്നിട്ട് ആ നടപടി ജസ്റ്റിഫൈ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല, ഔദ്യോഗികമായിട്ടുള്ള എൻക്വയറിയിൽ ഒന്നും കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കൈകടത്തൽ എന്ന രീതിയിലേക്ക് വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. അതായത് ഏജൻസികളെ സർക്കാർ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ ഉണ്ടെങ്കിലും ഇല്ല എങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്ന ഒരു സമ്മേളനമാണ് ഇനി നടക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ വിഷയങ്ങൾ നേരത്തെ ശ്രീ റജി പറഞ്ഞതുപോലെ ഈ നമ്മുടെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റത്തിനെ തന്നെ മൊത്തത്തിൽ ചോദ്യം ചെയ്യാവുന്ന നിരവധി വിഷയങ്ങൾ അവിടെ ഉണ്ടാകുമ്പോഴും ഭരണപക്ഷം കൃത്യമായി ബാക്ക് ഫുട്ടിലാകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും ആ ഒരു അഡ്വാൻറ്റേജ് തിരിച്ച് തങ്ങളുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിന് കോൺഗ്രസിന് സാധിക്കാതെ വരുന്ന രീതിയിലത്തേക്ക് കോൺഗ്രസിന്റെ ഡിഫൻസ് ദുർബലമായി പോവുകയാണ്. ഞാൻ പറഞ്ഞത് സതീശനെതിരെ ഇപ്പോൾ മുന്നണി പോരാളിയായി നിൽക്കേണ്ടയാളാണ് വി.ഡി. സതീശൻ. സതീശനെതിരെ ഒരു പരാതി പോലും ക്രൈംബ്രാഞ്ചിന്റെ മുന്നിലേക്ക് വരികയാണ്. അതിൽ ചെന്നിത്തലയും ഉണ്ട്, അബിൻ വർക്കിയും ഉണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റും അതിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. ഇവരൊക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗൂഢാലോചന നടത്തിയത് എന്ന് കാട്ടിയുള്ള ഒരു പരാതി. അത് നിഷ്കളങ്കമല്ലല്ലോ. അതെന്തായാലും ഈ രാഹുൽ പക്ഷത്തിന്റെ ഓപ്പറേഷനാണ് എന്ന് സംശയിക്കേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും. അല്ല, തീർച്ചയായിട്ടും അത് ആ രീതിയിൽ മാത്രമേ അതിനെ കരുതാൻ കഴിയുകയുള്ളൂ. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം BJP-യെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു എൻക്വയറി നടത്തി അതിന്റെ ഫൈനലായിട്ടുള്ള ഒരു വേർഡിക്റ്റ് കണ്ടെത്തുക തുടങ്ങിയ കാര്യങ്ങളെക്കാൾ രാഷ്ട്രീയമായിട്ട് അവർക്ക് കൂടുതൽ ഗുണം ചെയ്യുക ഇതിങ്ങനെ ഇരുന്ന് നാറി ചീഞ്ഞ് പുഴുത്ത് ഒരു വലിയ വ്രണമായിട്ട് കോൺഗ്രസിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിന് ഈ രണ്ട് പാർട്ടികളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രാഷ്ട്രീയമായിട്ടൊരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാരുടെ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു റോൾ അതിലില്ലാതെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിൽ വലിയൊരു റിഫ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നേരത്തെ തന്നെ ആരംഭിക്കാമായിരുന്ന ക്രൈംബ്രാഞ്ചിന്റെ ഒരു എൻക്വയറി പോലും CPM അത്രത്തോളം വൈകിച്ചത് അതുകൊണ്ടാണ്. കാരണം എന്താണ് കോൺഗ്രസ് തീരുമാനമെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം എന്ന് കൃത്യമായിട്ട് CPM തീരുമാനിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിന് മതിയാവോളം സമയം കൊടുത്തതും അതിനുശേഷം ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുകയും രാഹുൽ എന്തെങ്കിലും പരസ്യമായിട്ട് വന്ന് പറയുന്നുണ്ടോ ഇല്ലയോ ഈ കാര്യങ്ങളെല്ലാം നോക്കിയതിനു ശേഷം അവസാനം മാത്രമാണ് ഈ ഒരു അന്വേഷണ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം അവർക്ക് തിടുക്കമില്ല. BJP-യെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും CPM-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കോൺഗ്രസിൽ ഒരു പെട്ടെന്ന് അതിലൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആവശ്യം അവർക്ക് ഉണ്ടാകേണ്ടതില്ല. കാരണം പൊളിറ്റിക്സ് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുന്നത് ആരാണ്? അത് BJP-യോ CPM-ഓ അല്ല. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിന്റെ പേരിൽ അവരുടെ ഭാഗത്തു നിന്നും അതൊക്കെ ഉണ്ടാകാം. പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്നത് അതല്ല, ആഭ്യന്തരമായിട്ടുള്ള വിഷയമാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഈ നമ്മൾ ഈ പറയുന്നത് പോലെ ചോരയും നീരും കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഓൺലൈനായിട്ടുള്ള പല ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രൊഫൈലുകൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇടപെടലുകൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഈശ്വറിന് കൊടുക്കുന്ന പിന്തുണയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ കാണാം ഇതൊന്നും തന്നെ ഫേക്ക് പ്രൊഫൈലുകളല്ല. ഇതൊന്നും തന്നെ CPM-ഓ BJP-യോ കൺട്രോൾ ചെയ്യുന്ന പ്രൊഫൈലുകളല്ല. മറിച്ച് അതൊക്കെ ജെനുവിനായിട്ടുള്ള രാഹുൽ പക്ഷ പ്രൊഫൈലുകളാണ്. അപ്പൊ എന്ന് വെച്ചാൽ അതിനർത്ഥം കോൺഗ്രസിന്റെ ഇമേജ് എന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇമേജ് എന്ന് അവർ കാണുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് വേണ്ടി പോരാടിയ ഹാൻഡിലുകളാണ് ശ്രീ റെജി, അത് ഫേക്ക് ഹാൻഡിലുകളല്ല. അതിൽ നിന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ട് വി.ഡി. സതീശനെതിരെയുള്ള അപമാനകരമായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും അത് വരുന്നു. നിരവധി ഹാൻഡിലുകൾ അതിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ വി.ഡി. സതീശനും ചെന്നിത്തലയ്ക്കും എതിരെയുള്ള പരാതി പോലും ക്രൈംബ്രാഞ്ചിൻ്റെ മുന്നിൽ പരാതിയായി വരുന്നു, പിന്നെ മൊഴിയായി വരുന്നു. ഇതൊക്കെ എവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്ന് രണ്ട് ചിന്ത ആവശ്യമില്ല, ഒറ്റ ചിന്ത മതി. അത് കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. അത് ഈ രാഹുൽ പക്ഷപാതികളുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. നോക്കൂ, ഇവിടെ
രാഷ്ട്രീയ എതിരാളികൾ ഈ വിവാദം ഉണ്ടായ ഘട്ടത്തിൽ അതിനെ രാഷ്ട്രീയമായി മുതലെടുപ്പ് നടത്തുവാൻ വേണ്ടി എന്തുമാത്രം പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ആ ഘട്ടത്തിൽ 1-2 ദിവസത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായത് എന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അധികമായി അങ്ങനെ രാഷ്ട്രീയ എതിരാളികൾക്ക് കോൺഗ്രസിന്റെ രാഷ്ട്രീയം മുതലെടുപ്പ് നടത്താൻ അവസരം നൽകാത്ത വിധം ധാർമ്മികമായും രാഷ്ട്രീയമായും ഏറ്റവും ശരിയായ ഒരു തീരുമാനം കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാരും ചേർന്ന് ആലോചിച്ച് യുക്തമായ ഒരു തീരുമാനം കൈക്കൊണ്ടു. അതിനെ സംബന്ധിച്ച് ആ ഒരു വിഷയം നീറിപ്പുകച്ചുകൊണ്ട് ഈ പറഞ്ഞ രാഷ്ട്രീയമായി, അതായത് ഭരണവിരുദ്ധ വികാരത്തെയും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെയും തമസ്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം ആണ് ഇവിടെ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. നോക്കൂ, പരാതിക്കാരുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സംവിധാനം, ഇനി പോലീസ് സംവിധാനം മാത്രമല്ല, ആദ്യമായി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയിട്ട് പരാതിക്കാരുണ്ടോ, നിങ്ങൾക്ക് എല്ലാ സംരക്ഷണവും നൽകുന്നതാണെന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം CPM-ന്റെ പാർട്ടി സെക്രട്ടറി വന്നിട്ട് പറയുന്നു പരാതിക്കാർക്ക് എല്ലാ സംരക്ഷണവും നൽകാമെന്ന് പറയുന്നു. നോക്കൂ, നമ്മുടെ സംസ്ഥാനത്ത് ഏതാണ്ട് 3 ലക്ഷത്തോളം ക്രൈം കേസുകൾ പെൻഡിങ്ങിൽ കിടക്കുന്ന സമയത്താണ് ഒരു പോലീസ് സംവിധാനത്തെ DYSPയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് ഏതാണ് ഇത്തരത്തിലുള്ള അപവാദ കഥ അന്വേഷിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. ഇവിടെ രാഷ്ട്രീയമായിട്ട് ഈ ജനങ്ങളെ അടിച്ചമർത്തുന്ന പോലീസ് കേസ് ഉണ്ടായപ്പോ അത് സംബന്ധിച്ച് ഒരു ഒറ്റ അക്ഷരം പറയുവാനായിട്ട് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പൊതുജനങ്ങളുടെ മുമ്പാകെ വന്നിട്ടില്ല. അപ്പൊ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനെ എങ്ങനെ ആക്രമിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപവാദ കഥകളെ എങ്ങനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് CPM എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അത് തങ്കമണി മുതൽ സൂര്യനെല്ലി മുതൽ കവിയൂർ കിളിരൂർ മുതൽ ഈ പറഞ്ഞ സരിത കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ വരുമ്പോ അതിനെ രാഷ്ട്രീയമായിട്ട് അങ്ങേയറ്റം ഉപയോഗപ്പെടുത്തുവാനുള്ള എല്ലാ ശ്രമങ്ങളും CPM നടത്തും. ആ വെട്ടിൽ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്നേഹിക്കുന്നവർ അവരുടെ സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായി ഈ രാഷ്ട്രീയ ചതിക്കുഴിയിൽ അവർ വീണു പോവുകയാണ്. അതിന്റെ ഭാഗമായി സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളുമായിട്ടും അനുകൂലമായിട്ടുള്ള ഈ പരാതിയിൽ പങ്കില്ല എന്നാണോ? സതീശനും ചെന്നിത്തലയ്ക്കുമെതിരെയുള്ള പരാതിയിലും മൊഴിയിലും പങ്കുണ്ടാവുകയില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതിന് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, കോൺഗ്രസ് അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന കേരളത്തിലെ ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ പോലും കോൺഗ്രസിനോടുള്ള സ്നേഹത്തെക്കാൾ കോൺഗ്രസ് 2026-ൽ UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു വലിയ പക്ഷം വന്നു കഴിഞ്ഞു. അതാണ് പ്രശ്നം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് അദ്ദേഹം നേതാവാകുന്നത്. ഈ പ്രസ്ഥാനമാണ് അദ്ദേഹത്തെ വലുതാക്കുന്നത്. പ്രസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹം പ്രമുഖനാകുന്നത്, കേരളം അറിയപ്പെടുന്ന നേതാവായി മാറുന്നത്. അപ്പൊ പ്രസ്ഥാനത്തിനോടൊരു പ്രതിബദ്ധത അദ്ദേഹത്തിനുണ്ട്, ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്കുണ്ട്, ഈ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്കുണ്ട്. ഇതെല്ലാം ചേരുന്നതാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറയുന്നത്. ഒരു ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തിനോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് പ്രതിപക്ഷം. പക്ഷേ മാധ്യമങ്ങൾ ഒക്കെ തന്നെ ഈ പ്രതിപക്ഷത്തെയാണ്, അവരുടെ ഇന്റേണൽ റിഫ്റ്റിനെയാണ് കൂടുതൽ കീറി മുറിക്കുവാനായിട്ട് ഏറ്റവും കൂടുതൽ സമയം. നിങ്ങൾ തന്നെയാണ് അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ശ്രീ ബി റജി. ഇപ്പോൾ സർക്കാരിനെതിരെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് പ്രയോഗിക്കേണ്ട സമയവുമാണ്. എന്തെങ്കിലും സമരം നടക്കുന്നുണ്ടോ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന്? യൂത്ത് കോൺഗ്രസ്സുകാരനെ പോലീസ് തല്ലിച്ചതച്ചിട്ട് പോലും വിരലിലെണ്ണാവുന്ന 1-2 സമരങ്ങൾ കണ്ടു, 1-2 പ്രതിഷേധ പ്രകടനങ്ങൾ കണ്ടു. അതും വളരെ പ്രാദേശികമായിട്ട്. അതിനപ്പുറം ഒന്നും കണ്ടില്ല. ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. നിങ്ങൾ ഈ ആഭ്യന്തര വിഷയത്തിൽ പെട്ട് ഉലയുകയാണ്. കേരളത്തിലെ 523 പോലീസ് സ്റ്റേഷന്റെ മുമ്പാകെയും കോൺഗ്രസ് അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ അത് കഴിഞ്ഞല്ലോ. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുന്നംകുളത്ത് ആ പ്രതിഷേധ ജനമനസ്സുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള അടിച്ചമർത്തലുകൾ വിസ്മരിക്കപ്പെടുമെന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? ജനങ്ങളുടെ മനസ്സിൽ നിന്ന് വിസ്മരിക്കപ്പെടുകയില്ല. അത് വിസ്മരിക്കപ്പെടാൻ പാടില്ലാത്ത കാര്യമാണ്. അല്ല, അതൊക്കെയാണ് ഉയർത്തിക്കൊണ്ട് വരേണ്ട ഒരു സമയത്താണ് നിങ്ങൾ ഇങ്ങനെ തമ്മിൽ തല്ലുന്നത്. ഇപ്പോൾ VD സതീശന് തന്നെ ഇക്കാര്യം തുറന്നു പറയേണ്ട ഗതികേടുണ്ടാവുകയാണ്. അദ്ദേഹത്തെ പോലെയുള്ള നേതാവിന്, പ്രതിപക്ഷ നേതാവിന് സ്വന്തം പാർട്ടിയിലെ ഈ വിഷയം എന്നെ എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത് എന്ന് സ്വന്തം പാർട്ടിക്കാരോട് ചോദിക്കേണ്ടി വന്നിരിക്കുകയാണ്. അതാണ് ഗതികേടെന്ന് പറയുന്നത്. നേതാവായിട്ട് നിൽക്കുമ്പോൾ നേതാവ് ആക്രമണങ്ങളെ നേരിടേണ്ടി വരും. അതിനെ ഫലപ്രദമായി നേരിടുക എന്നുള്ളതാണ് ഒരു നേതാവിന്റെ കഴിവ്. VD സതീശൻ അക്കാര്യത്തിൽ 100% ആ ഒരു നേതൃനിരയുടെ പാഠവും പരിജ്ഞാനവും അതിന്റെ എല്ലാ കഴിവും കേരള സമൂഹത്തിന് മുമ്പാകെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. VD സതീശനോട് ഇത്രയേതെങ്കിലും ഒരു ആരോപണം വരുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കരിവാരിത്തേക്കാനൊന്നും ശ്രമിച്ചാൽ ഈ സംസ്ഥാനത്ത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, ഈ VD സതീശൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ പോലും എടുത്തിട്ടുകൊണ്ടാണ് ഈ കോൺഗ്രസിലെ ഈ സൈബർ നേതാക്കൾ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും പാർട്ടിക്ക് ഭൂഷണമായ കാര്യമല്ലല്ലോ. ഇതൊക്കെ കൊണ്ട് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും സതീശന് ഇന്ന് മനസ്സ് തുറക്കേണ്ടി വന്നത്, ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ടി വന്നത്. നിശ്ചയമായും മഞ്ജുഷ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് കോൺഗ്രസിന്റെ തീരുമാനമല്ല, VD സതീശന്റെ മാത്രം തീരുമാനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്
ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ആദ്യ സമയത്ത് വന്നിരുന്ന കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താക്കൾ തന്നെ രണ്ട് വള്ളത്തിലാണ് നിന്നിരുന്നത്. നമുക്കത് അറിയാവുന്നതാണ്. ഒരു ഭാഗത്ത് അവർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കും, മറ്റൊരു ഭാഗത്ത് കോൺഗ്രസിന്റെ തീരുമാനത്തിനെ ന്യായീകരിക്കും. അങ്ങനെ 50-50 ആയിട്ടാണ് ഇവർ പൊയ്ക്കൊണ്ടിരുന്നത്. ആ സമയത്ത് തന്നെ നമ്മളിത് ചോദിച്ചാണ് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന്. ഇപ്പോൾ വന്ന് ഈ അണികളിൽ അല്ലെങ്കിൽ സൈബർ കടന്നലുകളിലൊക്കെ തന്നെ ഇത് കോൺഗ്രസിന്റെ തീരുമാനമേ അല്ല, കോൺഗ്രസ് ഇങ്ങനെ ഒരു തീരുമാനമല്ല, സതീശന്റെ മാത്രം തീരുമാനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒറ്റതിരിഞ്ഞിട്ടുള്ള ഒരു ആക്രമണം ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് വന്നിട്ട് നോക്കൂ ഞാൻ മാത്രം എടുത്തിരിക്കുന്ന തീരുമാനമല്ല എന്ന്, മറ്റേ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഞാൻ മാത്രമല്ല അവരും ഉണ്ട് എന്നൊക്കെ പറയേണ്ടി വന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ടായത് അതുകൊണ്ടാണ്. പിന്നെ CPM-നെതിരെ നമുക്ക് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു എതിരഭിപ്രായം പറയുന്നത് പോലെ അല്ല ഈ വിഷയത്തിൽ അവർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളെ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ശ്രീ റജി തന്നെ പറഞ്ഞു പരാതിക്കാർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് മുഖ്യമന്ത്രിയും മറ്റുള്ള ആൾക്കാരും എല്ലാം തന്നെ വന്ന് പറഞ്ഞുവെന്ന്. അത് പറയുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുണ്ടോ? പരാതിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് നിർഭയം വന്നിട്ട് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പറയാം എന്ന് ഒരു സർക്കാരിന്റെ ഭാഗമായിട്ടോ ആ സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ ഭാഗമായിട്ടോ മുന്നണിയുടെ ഭാഗമായിട്ടോ ആരെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു അപവാദ കഥ അന്വേഷിക്കുകയാണെന്ന്. കേവലം ഒരു അപവാദ കഥ അന്വേഷിക്കുക എന്ന രീതിയിലല്ല ഈ അന്വേഷണത്തിനെ നമ്മൾ ചുരുക്കേണ്ടത്. മറിച്ച് ഇതൊരു ജനപ്രതിനിധി ഉൾപ്പെട്ട വിഷയമാണ്. അദ്ദേഹത്തിനെതിരെയുള്ള പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. പാർട്ടി അദ്ദേഹത്തെ ഉൾക്കൊള്ളുന്നില്ല, തള്ളുന്നുണ്ട്. ഒരു തരത്തിലും സംരക്ഷിക്കാനായിട്ട് പാർട്ടിക്ക് താല്പര്യമില്ല. അദ്ദേഹം സ്വയം ഡിഫെൻഡ് ചെയ്യുന്നില്ല. എന്നിട്ടും CPM ആ വിഷയത്തിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നില്ല എങ്കിൽ പിന്നെ അവർ AKG സെന്റർ പൂട്ടിയിട്ട് അതിന്റെ താഴും താക്കോലും എടുത്തിട്ട് ആ താക്കോൽ എടുത്തിട്ട് ആമയിഴഞ്ചത്തോട്ടിൽ എറിഞ്ഞിട്ട് സന്യാസത്തിന് പോയാൽ പോരെ? അപ്പൊ ഇത് രാഷ്ട്രീയമാണ്. അപ്പൊ നമ്മൾ ആ രാഷ്ട്രീയമായി തന്നെ കാണണം. ആ സമയത്ത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉചിതമായ സമയത്ത് ആദ്യ സമയത്ത് എങ്ങനെയാണ് കോൺഗ്രസ് ഈ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് അവർ കാണുന്നു. അതിനുശേഷമാണ് തീരുമാനമെടുക്കുക. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ വോട്ടർമാരോട് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നടത്തേണ്ടതാണ് എന്ന കാര്യത്തിൽ CPM-ന് എതിരഭിപ്രായമുണ്ടോ? ഉണ്ടാവില്ല. BJP-ക്ക് എതിരഭിപ്രായം ഉണ്ടാകുമോ? ഉണ്ടാകില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ രണ്ടുപേരും തടയും. ആ തടയുന്നതിന് അത് രാഷ്ട്രീയമാണ്. അല്ലാതെ അദ്ദേഹം ഇതിൽ വിശദീകരിക്കണം. ഇപ്പം നമ്മൾ BJP-യുടെ പ്രതിനിധിയോടോ അല്ലെങ്കിൽ CPM-ന്റെ പ്രതിനിധിയോ വിളിച്ചിട്ട് നമ്മൾ ചോദിച്ചോളൂ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിനെ ജയിപ്പിച്ച വോട്ടർമാരോട് സംസാരിക്കേണ്ടതല്ലേ, അവരോട് അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് പറയും. പക്ഷെ അതിനുള്ള അവസരം അവർ ഉണ്ടാക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് രാഷ്ട്രീയമാണ്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ രാഷ്ട്രീയത്തിനെ രാഷ്ട്രീയമായിട്ട് കാണണം, മെറിറ്റുള്ള കാര്യത്തിനെ മെറിറ്റുള്ളതായിട്ടും കാണണം. ഇവിടുത്തെ പ്രശ്നം എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നാളിതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തോളം ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി എന്തുകൊണ്ടാണ് തനിക്കെതിരെ രാജ്യം മൊത്തത്തിൽ ചർച്ച ചെയ്യുന്ന രീതിയിൽ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു വലിയ വിഷയം, അതും ഒരു പെണ്ണ് കേസ്, ഒന്നിലധികം പെണ്ണ് കേസുകൾ, അത് വരുന്ന സമയത്ത് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗം പറയുന്നില്ല? പേരടക്കം പറഞ്ഞുകൊണ്ട് ഇതുവരെ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ എന്തുകൊണ്ടാണ് അദ്ദേഹം കേസ് കൊടുക്കാത്തത്? അദ്ദേഹത്തിന് മറ്റുള്ള ആൾക്കാർക്ക് മാനമില്ലേ? CPM-ന്റെ നേതാക്കന്മാർക്ക് മാനമില്ലേ എന്ന് ചോദിച്ചിരുന്ന ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് സ്വന്തമായിട്ട് മാനമില്ലേ? അപ്പൊ മാനനഷ്ടത്തിന് അദ്ദേഹം കേസ് കൊടുക്കേണ്ടതല്ലേ? ഇനി അദ്ദേഹത്തിന്റെ വോയിസ് അല്ല നമ്മളെല്ലാവരും കേട്ടിരുന്ന ആ ഒരു ഓഡിയോ ക്ലിപ്പിൽ ഉള്ളത് എങ്കിൽ അദ്ദേഹം അതിന് വലിയ രീതിയിലത്തേക്കുള്ള പ്രചരണം നടത്തിയ ഇവിടെയുള്ള മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം കേസ് കൊടുക്കേണ്ടതല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ഇതൊന്നും തന്നെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളതും അദ്ദേഹം സ്വയം വിശദീകരിച്ചിട്ടില്ല എന്നുള്ളതും ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു ന്യൂനതയായിട്ട് തന്നെ വേണം കണക്കാക്കാൻ. ഇപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗമാണ് ശരിയെന്നോ ഈ ആരോപണങ്ങൾ തെറ്റാണെന്നോ വ്യാജ നിർമ്മിതിയാണെന്നോ പറയുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടോ? ആ പോയിന്റ് ഇല്ല. ആകെയുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാവാട എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് കമന്റ്, 2 സതീശനാണ് ഇതിനെല്ലാം ആണി എന്ന് പറയുന്ന ഒരു കമന്റ്, ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അതല്ലല്ലോ പൊതുസമൂഹത്തിന്റെ ബോധ്യം. സിട്രസിനും പാരസെറ്റമോൾ നോക്കൂ. നമ്മള് ആ ഓഡിയോയിൽ പറയുന്ന ഒരാൾ ഇതാ ഇത്രത്തോളം ട്രോമ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുഭവിക്കുന്ന ട്രോമയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരാളിനെ അബോർഷന് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു ഓഡിയോ വരുമ്പോൾ അതിന്റെ മറുതലക്കിലുള്ള ഒരു സ്ത്രീ അവരെത്രത്തോളം ട്രോമ അനുഭവിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ അറിയണ്ടേ? അല്ലെങ്കിൽ അവര് വ്യാജമാണ്, അങ്ങനെ ഒരാളില്ല എന്ന് പറയണം. അങ്ങനെ ഒരു അഭിപ്രായം രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതാണ് എന്റെ പ്രശ്നം. അതായത് ഇപ്പൊ ശ്രീ റിജിക്ക് ഈ വിഷയത്തിൽ അറിയോ ഈ വന്നിരിക്കുന്ന ആരോപണങ്ങളൊക്കെ വ്യാജമാണ് എന്ന് അദ്ദേഹം കരുതുന്നുണ്ടോ? എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. കാരണം വ്യക്തിപരമായിട്ട് ഇതെല്ലാം വ്യാജ ആരോപണങ്ങളാണ്, ഇങ്ങനെ സ്ത്രീകളില്ല, അല്ലെങ്കിൽ തെറ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണെന്ന് അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടോ? ഞാൻ ബഹുമാനനായ ശ്രീജിത്ത് പണിക്കർ ഈ ഉന്നയിച്ച കാര്യത്തിലുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനോട് തന്നെയാണ് എന്റെ പക്ഷം. എക്സാക്ട്ലി എന്ന് വെച്ചാൽ അതാണ് ലോജിക്കൽ പൊസിഷൻ. ഞാൻ പറയുന്നത് ഈ സൈബർ ആക്രമണം നടത്തുന്ന
അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പൊസിഷൻ എടുക്കുന്ന ശ്രീ രാഹുൽ ഈശ്വർ അടക്കമുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരാരും തന്നെ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് രാഹുലിന് നമ്മൾ ഈ ഒരു ആരോപണത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇനാക്ഷൻ, ആ ഇനാക്ഷനെ കുറിച്ചിട്ട് എന്തുകൊണ്ട് ഇവർ വിശദീകരണം നൽകുന്നില്ല? നമുക്ക് വേണ്ടത് ഇതല്ലേ? ഇപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ അവരുടെ ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, ഈ കാര്യത്തിൽ അവർക്ക് പറയുന്നതിന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ എല്ലാം അങ്ങേയറ്റത്ത് നാറാവുന്നതിന്റെ പരമാവധി നാറി ഒരാൾ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുന്നിൽ ഓപ്ഷനുകൾ ഉണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗമാണ് ശരി എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് ഈ സൈബർ കടന്നലുകൾക്ക് വേണ്ടിയിട്ടെങ്കിലും അവർക്കൊരു പോയിന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും എങ്കിലും അദ്ദേഹം ഒരു ചെറുവിരൽ അനക്കേണ്ടതല്ലേ? ശരി, അത്തരത്തിലുള്ള വിശദീകരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് റെജിയെ പോലെയുള്ള ആളുകൾക്ക്, കോൺഗ്രസിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന റെജിയെ പോലെയുള്ള ആളുകൾക്ക് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിന് വേണ്ടി സംസാരിക്കുവാൻ കഴിയുന്നില്ല, അത് ന്യായീകരിക്കുവാനും സാധിക്കുകയില്ല. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണോ? വേണമെന്ന് 78% പ്രേക്ഷകർ, വേണ്ട എന്ന് 19%. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.